എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ ദൈവജനങ്ങളും നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹമാണ്. എബ്രായർ 13:16 നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിക്കാനും മറക്കരുത്. മറ്റുള്ളവരെ സഹായിക്കുക എന്നത് യാഗത്തേക്കാൾ മഹത്വം അർഹിക്കുന്നു. ഒരു ദിവസം അർദ്ധരാത്രിയിൽ ഇംഗ്ലണ്ടിലെ ഒരു ഡോക്ടറെ തേടി ഒരു സാധു മനുഷ്യനെത്തി. അയാളുടെ ഭാര്യയ്ക്ക് പ്രസവ സമയത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഡോക്ടറെ സഹായിക്കണമെന്നുമായിരുന്നു ആ മനുഷ്യൻ്റെ ആവശ്യം. ആ ദരിദ്രനായ മനുഷ്യന് ഒരിക്കലും തനിക്ക് ഫീസ് തരുവാനാവില്ല എന്ന് ഡോക്ടർക്ക് മനസ്സിലായി. പുറത്ത് നല്ല മഞ്ഞും തണുപ്പും. എങ്കിലും ആ മനുഷ്യൻ്റെ നിസ്സഹായ അവസ്ഥ കണ്ട് അദ്ദേഹം അയാളോടൊപ്പം ആ മനുഷ്യൻ്റെ ഭവനത്തിലേക്ക് പോയി. തക്ക സമയത്ത് അവിടെ എത്തിയതുകൊണ്ട് ആ അമ്മയും കുഞ്ഞും രക്ഷപ്പെട്ടു. ആ കുടുംബം ഡോക്ടർക്ക് നന്ദി പറഞ്ഞു. അതല്ലാതെ അവരുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. വർഷങ്ങൾക്ക് ശേഷം ആ കുഞ്ഞു വളർന്നു ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായി. ഡേവിഡ് ലോയിസ് ജോർജ് എന്നായിരുന്നു ആ കുഞ്ഞിൻ്റെ പേര്. പിന്നീട് ആ പഴയ ഡോക്ടർ ഈ വിവരമറിഞ്ഞ് ആവേശഭരിതനായി ഇങ്ങനെ പറഞ്ഞു: അന്ന് ആ കുഞ്ഞിനെ രക്ഷിപ്പാൻ ഒരു ഭാവി പ്രധാനമന്ത്രിയുടെ ജീവനാണ് താൻ രക്ഷിച്ചിരിക്കുന്നത് എന്ന് ഒരിക്കലും കരുതിയില്ല. പ്രിയരെ, നാം ചെയ്യേണ്ട ജോലി എന്തെന്നറിഞ്ഞു ചെയ്യുക. അതിൻ്റെ ഫലം ദൈവം തമ്പുരാൻ തീർച്ചയായും നമുക്ക് തരും. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. ഈ ലേഖനകർത്താവ് പറയുന്നത് അനുസരിച്ച് നാമും പ്രവർത്തിക്കുക, നന്മ ചെയ്യുക. പുതിയ നിയമ വിശ്വാസികളുടെ ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. വിശുദ്ധ മത്തായി 5:16 ഇങ്ങനെ പറയുന്നു: അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. റോമർ 12:21 തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാത്തത് പാപം തന്നെ. യാക്കോബ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിച്ചതുപോലെ, ആ ഡോക്ടർ ചെയ്തതുപോലെ, കർത്താവ് നമ്മെ പഠിപ്പിച്ചതുപോലെ നമുക്ക് ആയിത്തീരാം. ദൈവം നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.